കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ഉൽപ്പത്തി പുസ്തകം 32:30 യാക്കോബും ദൈവവുമായി ഒരു മൽപ്പിടുത്തം നടക്കുന്നതിന്റെ സംഭവം വിവരിക്കുന്നുണ്ട്. ആ മൽപ്പിടുത്തത്തിന് ശേഷം യാക്കോബ് ഇങ്ങനെ പറയുന്നു: ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് യാക്കോബ് പെനുവേൽ എന്ന് പേരിട്ടു. നമ്മുടെ എല്ലാം ജീവിതത്തിലും ഇതുപോലെ ഒരു പെനുവേൽ അനുഭവം ഉണ്ടാകും. നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ രോഗങ്ങളിൽ ദൈവത്തെ ഞാൻ കണ്ടു എന്ന് പറയുന്ന ഒരനുഭവം. ആ അനുഭവം ഇനിയും ഒരുപാട് പേർക്കുണ്ടാവാൻ നമ്മുടെ ഈ പ്രോഗ്രാം ഒരു കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 2ാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയായി. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ റൗണ്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ താമരശ്ശേരി രൂപതയിലെ 60 ഇടവകകളിൽ നിന്നുള്ള ടീമുകളാണ് നമ്മൾക്കൊപ്പമുണ്ടായിരുന്നത്. ഈ 2ാം റൗണ്ടിലേക്ക് 40 ടീമുകളാണ് യോഗ്യത നേടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ആദ്യത്തെ ടീം മിഖായേൽ. ഞാൻ ആൻസി, സെയിന്റ് തോമസ് ചർച്ച് അമലാവരി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഏലിയാമ്മ, സെന്റ് തോമസ് ചർച്ച് അമലാപുരി ഇടവകയിൽ നിന്നും വരുന്നു. ഇവരെ സഹായിക്കാൻ ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ 2ാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. ഞാൻ റോഷ്നി അഭിലാഷ്, സെന്റ് ജോർജ് തലയാടെന്ന് വരുന്നു. ടെസ്സി ഷാജു, സെന്റ് ജോർജ് ചർച്ച് തലയാട്. ഇവരെ സഹായിക്കുന്ന ഇവരുടെ സപ്പോർട്ടിംഗ് ടീമും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ 3ാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. സിസിലി മാത്യു, സെന്റ് ജോസഫ്സ് ചർച്ച് ചെമ്പനോട. മിനിയ തോമസ്, സെന്റ് ജോസഫ് ചർച്ച് ചെമ്പനോട. ഇവരുടെ സപ്പോർട്ടിംഗ് ടീം ഇവിടെയുണ്ട്. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ക്വിസ് പ്രോഗ്രാം ആരംഭിക്കണമെങ്കിൽ നമ്മുടെ ക്വിസ് മാസ്റ്ററെ ക്ഷണിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും സുപരിചിതനാണ്, എങ്കിലും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ഫാദർ അജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം താമരശ്ശേരി രൂപതയിലെ ആൽഫ മരിയ സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടറാണ്. ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 2ാം റൗണ്ടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഷാലോം ടെലിവിഷനും താമരശ്ശേരി രൂപത മാതൃവേദിയും ചേർന്നൊരുക്കുന്ന വചനത്തിൻ്റെ പുതിയ വസന്തം, വചനത്തിൻ്റെ പുതിയ വിത്തിറക്കൽ 2ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. പുതിയ ടീം അംഗങ്ങൾക്ക്, പുതിയതായി ഒരുങ്ങി വന്നിരിക്കുന്ന ടീം അംഗങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ആദ്യ ചോദ്യം ടീം മിഖായലിനോടാണ്. ഓരോ ടീമിനോടും ഒരു ചോദ്യവും ഒരു ഉപചോദ്യവും. ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ 30 മാർക്ക്, ഉപചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ 10 മാർക്ക്, അങ്ങനെ 40 മാർക്കുകൾ. ടീമിന് ശരി ഉത്തരം അറിയില്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടീമിന്റെ സഹായത്തോടുകൂടി ശരിയായ ഉത്തരം നൽകാവുന്നതാണ്. ശരി ഉത്തരം അവർ പറഞ്ഞാൽ പകുതി മാർക്കുകൾ ആ ടീമിന് നൽകുന്നതായിരിക്കും. ശരിയായ ഉത്തരം ടീമും സപ്പോർട്ടിംഗ് ടീമും നൽകിയില്ലെങ്കിൽ തൊട്ടടുത്ത ടീമിലേക്ക്
ചോദ്യം പാസ് ചെയ്യപ്പെടും. അവർക്കൊരു കാരണവശാലും സപ്പോർട്ടിംഗ് ടീമിന്റെ സഹായം തേടാവുന്നതല്ല. അവർക്ക് ലഭിക്കുക പകുതി മാർക്കുകൾ മാത്രമായിരിക്കും ശരി ഉത്തരം പറഞ്ഞാൽ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ടീം മീഖായലിനോടാണ് ആദ്യത്തെ ചോദ്യം. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് അവൻ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി അവരെ പഠിപ്പിച്ചു. അവൻ അവരോടൊപ്പം കഴിഞ്ഞു. അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. എന്താണ് കൽപ്പിച്ചത്? നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുവിൻ. സ്നാപക യോഹന്നാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എന്നാൽ നിങ്ങൾ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 30 മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉപചോദ്യമാണ്. ടീം മിഖായലിനോടാണ് ചോദ്യം. ചോദ്യം ഇതാണ്: ഈ വചനഭാഗം പുസ്തകമേത്, അധ്യായമേത്, വാക്യം ഏത്? പുസ്തകം അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ, അധ്യായം 1, വാക്യങ്ങൾ 4-5. ശരിയായ ഉത്തരം. 10 മാർക്ക് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ രണ്ടാം ഘട്ടത്തിൽ ആദ്യ റൗണ്ടിൽ തന്നെ മുഴുവൻ മാർക്കുകളും സ്കോർ ചെയ്തുകൊണ്ട് ടീം മിഖായേൽ 40 മാർക്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം റാഫേൽ. ചോദ്യം ശ്രദ്ധിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് റോമായിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ ഞാൻ അഭിലഷിക്കുന്നത്. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. കാരണം അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഉത്തരം പൂർണ്ണമാകണം. ഭാഗികമായി ഉത്തരം ശരിയാണ്. മുഴുവൻ ഉത്തരം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലഭിക്കുകയുള്ളൂ. സമയം കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം പറഞ്ഞുകൊണ്ട് അവർക്ക് പകുതി മാർക്കുകൾ നേടിക്കൊടുക്കാവുന്നതാണ്. സമയം കഴിഞ്ഞിരിക്കുന്നു. സപ്പോർട്ടിംഗ് ടീമിന് സമയം കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത ടീമിന് ശരിയായ ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. അത് വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തിയാണ്. ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് പകുതി മാർക്കുകൾ ലഭിക്കുന്നു ടീം ഗബ്രിയേലിന്. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. നിങ്ങൾക്ക് ഉപചോദ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ടീം റാഫേലിനോടാണ് ഉപചോദ്യം. ഏത് വചനഭാഗമാണത്? പുസ്തകമേത്, അധ്യായമേത്, വാക്യമേത്? വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം സമയം തീരുന്നു. 2-ാം അധ്യായം. ഉത്തരം തെറ്റാണ്. ചോദ്യം അവരുടെ സപ്പോർട്ടിംഗ് ടീമിന് അറിയാമെങ്കിൽ പറയാവുന്നതാണ്. 1-ാം അധ്യായം ആരുടെ? വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ആ 1-ാം അധ്യായം ആ 5-ാം വാക്യം. ചോദ്യം പാസ് ചെയ്യപ്പെടുന്നു. എഴുതിയ ലേഖനം 1-ാം അധ്യായം 7 മുതലുള്ളവർ. ചോദ്യം പാസ് ചെയ്യപ്പെടും. അധ്യായം 1 പൗലോസ്ലീഹ എഴുതിയ ലേഖനം, റോമാ ലേഖനം, അധ്യായം 1, വാക്യങ്ങൾ 12-13. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം സപ്പോർട്ടിംഗ് ടീമിൽ ആർക്കെങ്കിലും പറയാവുന്നതാണ്. മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ ഉത്തരം പറഞ്ഞാലും പോയിന്റ് ക്യൂസ് മാസ്റ്റർക്ക് മാത്രമാണ്. റോമാ ലേഖനം 1-ാം അധ്യായം
16-ാം തിരുവചനമാണ്. വചനം തിരുവചനം റൗണ്ടിലെ 3-ാം ചോദ്യത്തിലേക്ക് ടീം ഗബ്രിയേൽ യാക്കോബ് ശ്ലീഹ എഴുതുന്നു, പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് ഏത്? അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിന്റെ കളങ്കമേശാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. ശരിയായ ഉത്തരമാണ്. കൃത്യമായ ഉത്തരം. ടീം ഗബ്രിയേലിന് 30 മാർക്കുകൾ ലഭിക്കുന്നു. അടുത്ത ഉപചോദ്യം നിങ്ങളോട്. പുസ്തകമേത്, അധ്യായമേത്, വാക്യമേത്? ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 25-ാം വാക്യം. ഉത്തരം തെറ്റാണ്. സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യം പാസ് ചെയ്യപ്പെടും. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 22, 23. പാസ് ചെയ്യപ്പെടും. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം 1 വാക്യങ്ങൾ 4. കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 27-ാം തിരുവചനമാണ്. ആർക്കും ശരി ഉത്തരം നൽകാനായിട്ട് സാധിച്ചിട്ടില്ല. ടീം ഗബ്രിയേൽ 30 മാർക്കുകൾ കരസ്ഥമാക്കുന്നു. 2-ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യ റൗണ്ടിന്റെ പോയിന്റ് നമുക്കറിയാം. ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി. ടീം മിഖായേൽ 40 പോയിന്റ്സ്. ടീം റാഫേലിന് പോയിന്റുകളൊന്നും ലഭിച്ചിട്ടില്ല. ടീം ഗബ്രിയേൽ 45 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിലെ 2-ാം റൗണ്ട് വിഷ്വൽ റൗണ്ട്. തിരുവചനത്തെ സൂചിപ്പിക്കുന്ന ഒരു വിഷ്വൽ, ഒരു ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ചോദ്യത്തിനും ശരിയായ ഉത്തരം നൽകിയാൽ 10 മാർക്ക് വീതം. അങ്ങനെ ആകെ 30 മാർക്കുകൾ. പക്ഷെ ശ്രദ്ധിക്കുക, തെറ്റായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് പകുതി മാർക്കുകൾ നഷ്ടപ്പെടും. അതായത് ഈ റൗണ്ട് മൈനസ് റൗണ്ട് കൂടിയാണ്. ശരി ഉത്തരത്തിന് മുഴുവൻ മാർക്ക്, തെറ്റായ ഉത്തരത്തിന് പകുതി മൈനസ് മാർക്കുകൾ. എന്നാൽ സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ സഹായിക്കാവുന്നതാണ്. നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീം മെമ്പേഴ്സ് മൈനസ് പോയിന്റിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. ചോദ്യം ആരംഭിക്കുകയാണ്. ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേൽ, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ. ചിത്രം സൂചിപ്പിക്കുന്ന തിരുവചന ഭാഗം അല്ലെങ്കിൽ തിരുവചനം ഏതാണ് എന്നാണ് പറയേണ്ടത്. ആ തിരുവചനമാണ് നിങ്ങൾ പറയേണ്ടത്. മനസ്സിലായെങ്കിൽ ടീമിന് ചിത്രം ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കും. പറഞ്ഞോളൂ. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല. അത് പീഠത്തിന്മേലാണ് വെക്കുന്നത്. അപ്പോൾ ഭവനം മുഴുവൻ ഉള്ളവർക്ക് പ്രകാശം നൽകുന്നു. ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും. ഈ തലക്കെട്ടിലാണ് ഈ പറഞ്ഞ തിരുവചന ഭാഗം വരുന്നത്. മത്തായിയുടെ സുവിശേഷമല്ലാതെ മറ്റേതെങ്കിലും സുവിശേഷ ഭാഗത്ത് ഈ ഉപമ രേഖപ്പെടുത്തിയിട്ടുണ്ട്? യെസ്, സപ്പോർട്ടിംഗ് ടീമിന്റെ സഹായം അവർക്ക് ആവശ്യമാണ്. സപ്പോർട്ടിംഗ് ടീം, ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് മൈനസ് മാർക്ക് ഒഴിവാക്കി നൽകുന്നതാണ്. യെസ്, യോഹന്നാന്റെ സുവിശേഷം. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം മാർക്കോസ് ആൻഡ് ലൂക്ക. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ വചനഭാഗം രേഖപ്പെടുത്തിയിട്ടില്ല. സമാന്തര സുവിശേഷങ്ങൾ 3-ലുമാണ്
ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. നിലവിൽ നിങ്ങൾക്ക് 5 മൈനസ് മാർക്കുകൾ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എന്തിനു വേണ്ടി? നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ശരിയായ ഉത്തരമാണ്, ശരിയായ ഉത്തരമാണ്. 10 മാർക്ക് കൂടി ലഭിക്കുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ടീം റാഫേലിന് വിഷ്വൽ റൗണ്ടിൽ 20 പോയിന്റുകളാണ് ലഭിച്ചത്. പക്ഷേ 5 മൈനസ് മാർക്കുകൾ ലഭിച്ചതുകൊണ്ട് സ്കോർ ഷീറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് 15 മാർക്കുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. വിഷ്വൽ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ഈ വിഷ്വൽ സൂചിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് നിങ്ങൾ പറയുന്നത്. ആ തിരുവചനമാണ് നിങ്ങൾ പറയേണ്ടത്. വിഷ്വൽ മനസ്സിലായെങ്കിൽ ടൈം ആരംഭിക്കുക. നിന്റെ വലത് കൈ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. ശരിയായ ഉത്തരമാണ്. പക്ഷെ ശ്രദ്ധിക്കുക, വാക്കുകൾ മാറിയിട്ടുണ്ട്. എങ്കിലും അർത്ഥം നഷ്ടപ്പെടാതെ തിരുവചന ഭാഗം മുഴുവൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മാർക്ക് നൽകുകയാണ്. 10 മാർക്ക് ടീം ഗബ്രിയേലിന് നൽകുന്നു. രണ്ടാമത്തെ ചോദ്യം, വിഷ്വൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോട്. മത്തായിയുടെ സുവിശേഷത്തിൽ മറ്റൊരിടത്തുകൂടി സമാനമായ തിരുവചന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഏത് അധ്യായത്തിൽ? അറിയില്ല. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് അറിയാമെങ്കിൽ ശരിയായ ഉത്തരം പറഞ്ഞാൽ മൈനസ് മാർക്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ്. സമയം എന്താ തീരുന്നു. സപ്പോർട്ടിംഗ് ടീം പെട്ടെന്ന് തന്നെ ഉത്തരം പറയുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. ഏത്? 5-ാം അധ്യായം 17-ാം വാക്യം. മറ്റൊരു അധ്യായത്തിലുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 18-ാം അധ്യായമാണ്. 8 മുതൽ 9, 8, 9 തിരുവചനങ്ങളാണ്. 5 മൈനസ് മാർക്കുകൾ ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ 100-ലധികം അവയവങ്ങളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് ശാസ്ത്ര ലോകത്തുള്ളത്. എങ്കിൽ കൂടി 100-ലധികം അവയവങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ എത്ര അവയവങ്ങളെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്? 2 അവയവങ്ങളെ കുറിച്ച്, വലത് കണ്ണും വലത് കൈയും. വലത് കണ്ണ്, വലത് കൈ, 2 അവയവങ്ങൾ. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുന്നു. ടീം ഗബ്രിയേൽ വിഷ്വൽ റൗണ്ടിൽ 20 മാർക്കുകൾ നേടിയിരിക്കുന്നു. ഒരു തെറ്റായ ഉത്തരത്തിന് അവർക്ക് 5 മാർക്കുകൾ നഷ്ടപ്പെട്ടു. സ്കോർ ഷീറ്റിലേക്ക് 15 മാർക്കുകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ വിഷ്വൽ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. ടീം മിഖായൽ ശ്രദ്ധിക്കുക, ചിത്രം ശ്രദ്ധിക്കുക. ചിത്രം മനസ്സിലായെങ്കിൽ സമയം ആരംഭിക്കുന്നു. ഈ ചിത്രം സൂചിപ്പിക്കുന്ന തിരുവചന ഭാഗം, ആ തിരുവചനം ഏതാണ് എന്ന് പറയും. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനം. രണ്ടാമത്തെ ചോദ്യം, അനളി സന്തതികളെ, സ്നാപയോഹന്നാൻ വിളിച്ചതാണ്, ഞാൻ വിളിച്ചതല്ല. അനളി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? സ്നാപയോഹന്നാൻ ഈ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് ആരോടാണ്? അനേകം ഫരീസയരും സദുക്കായരും തന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ട് അവൻ അവരോട് പറഞ്ഞു. യെസ്, ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് വീണ്ടും 10 മാർക്കുകൾ കൂടി ലഭിക്കും. മൂന്നാമത്തെ ചോദ്യം,
ആദ്യ 2 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞ് 20 മാർക്കുകൾ നിങ്ങൾ നേടിയിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം കൂടി പറഞ്ഞാൽ 30 മാർക്കുകൾ. വിജയത്തിലേക്കുള്ള പാത കുറച്ചും കൂടി അടുത്തിരിക്കുന്നു എന്ന് കരുതാം. പക്ഷെ ഇനി റൗണ്ടുകൾ വരാനുണ്ട്, ശ്രദ്ധിക്കുക. സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് ആരും അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്തതികളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന്, ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ കൺഫ്യൂഷൻ ഉണ്ട്. ഫൈനൽ ചാൻസ്, ഉത്തരം ശരിയായി പറയുക. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യെസ്, ഉത്തരം ശരിയാണ്. 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. ടീം മിഖായൽ വിഷ്വൽ റൗണ്ടിലെ 30 മാർക്കുകളും കരസ്ഥമാക്കിയിരിക്കുന്നു. 2 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ 2ാം റൗണ്ടിൽ ഓരോ ടീമുകളും എത്രയാണ് സ്കോർ ചെയ്തത് എന്ന് നമുക്കറിയാം. ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി, 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 70 പോയിന്റ്സ്, ടീം റാഫേൽ 15 പോയിന്റ്സ് ആൻഡ് ടീം ഗബ്രിയേൽ 60 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 3ാം റൗണ്ട് റാപ്പിഡ് റൗണ്ട് ആണ്. വളരെ പെട്ടെന്ന് പോയിന്റുകൾ നേടിയെടുക്കാവുന്ന റൗണ്ട്. പെട്ടെന്ന് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ചോദ്യവും പെട്ടെന്ന് തന്നെയായിരിക്കും. 5 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 6 മാർക്ക് വീതം. 5 ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞാൽ ടീമിന് 30 മാർക്കുകൾ. 30 മാർക്കുകൾ ലഭിക്കുന്ന ടീം ക്വിസ് മാസ്റ്ററുടെ പ്രത്യേക അവാർഡിന് അർഹരായിത്തീരും. 10 ബോണസ് പോയിന്റുകൾ. അങ്ങനെ ആകെ 40 പോയിന്റുകൾ നേടാവുന്ന ഒരു സുവർണ അവസരമാണ് ഓരോ ടീമിനെയും കാത്തിരിക്കുന്നത്. സപ്പോർട്ടിംഗ് ടീം, നിങ്ങൾക്കും ഇവരെ സഹായിക്കാവുന്നതാണ്, പക്ഷെ പ്രാർത്ഥന വഴിയായി മാത്രം. അല്ലാതെ സഹായിക്കാൻ ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ഒരവസരവും ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്കുള്ള റൗണ്ടുകൾ വരുന്നുണ്ട്. റാപ്പിഡ് റൗണ്ട് ആരംഭിക്കുന്നു. ടീം ഗബ്രിയേലിനോടാണ് ആദ്യത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, കൃത്യം 1 മിനിറ്റാണ് നിങ്ങൾക്കുള്ളത്. 1 മിനിറ്റിനുള്ളിൽ 5 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും എത്ര സമയമെടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നതാണ്. ക്യൂസ് മാസ്റ്റർ ഇടപെടുകയേയില്ല. പക്ഷെ ശ്രദ്ധിക്കണം, നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മാത്രം സമയമാണ്, നഷ്ടമാകുന്നത് നിങ്ങളുടെ മാത്രം പോയിന്റുകളാണ്. നിങ്ങൾ റെഡിയായി എന്ന് മറുപടി തന്നാൽ ഞാൻ ഇതാ ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയായി. റെഡിയായി. ശരി, 1ാമത്തെ ചോദ്യം. ഉത്തരം അറിയാമെങ്കിൽ ഉത്തരം പറയുക. ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾ പാസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയുള്ളൂ. 3 ടീമുകളും അത് ശ്രദ്ധിക്കുക. യെസ്, 1ാമത്തെ ചോദ്യം, അതിലെ ആദ്യത്തെ ചോദ്യം. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടം ഏത്? പാസ്. തന്നെ ദൈവമായി ആരാധിക്കണമെന്ന ചക്രവർത്തിയുടെ കൽപ്പന അനുസരിക്കുവാൻ പ്രധാനമായും വിസമ്മതിച്ചത് എവിടെയുള്ള സഭാ വിഭാഗങ്ങളാണ്, അല്ലെങ്കിൽ സഭാ മക്കളാണ്? പാസ്. 3ാമത്തെ ചോദ്യം, വെളിപാട് ഗ്രന്ഥത്തിന്റെ സാഹിത്യ ശൈലി ഏത്? പ്രവചനപരം. ഉത്തരം തെറ്റാണ്. എവിടെ വെച്ചാണ് പാത്മോസ് ദ്വീപിൽ. വെളിപാട് പുസ്തകം എഴുതപ്പെട്ടത്? പാത്മോസ് ദ്വീപിൽ വെച്ച്. ശരിയായ ഉത്തരമാണ്, ശരിയായ ഉത്തരമാണ്. ക്രിസ്തുവിനും അവിടുത്തെ അനുയായികൾക്കുമെതിരെ തിന്മ ഭീകര രൂപം കൊണ്ട് പോരാടും എന്നുവരെ? യുഗാന്ത്യം വരെ. യുഗാന്ത്യം വരെ എന്നുള്ള ഉത്തരത്തിന് ഞാൻ നിങ്ങൾക്ക് മാർക്ക് നൽകുകയാണ്. ലോക അവസാനം വരെ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്നാലും ആർത്തം 2ഉം ശരിയായതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് നൽകുന്നു. ടീം ഗബ്രിയേൽ ഈ റൗണ്ടിൽ 12 മാർക്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. റാപ്പിഡ് റൗണ്ടിൽ 12 മാർക്കുകൾ നിസ്സാരമല്ല. ടീം ഗബ്രിയേലിന് അഭിനന്ദനങ്ങൾ. ടീം മിഖായേൽ, ഇനി നിങ്ങളോടാണ്. നിങ്ങൾ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വരികയായി. റെഡിയാണ്. റെഡിയാണ്. യെസ്, ചോദ്യം ഇതാണ്. വിശുദ്ധ യാക്കോബാണ് ലേഖനകർത്താവെങ്കിൽ ഈ ലേഖനം എഴുതപ്പെട്ട കാലഘട്ടം ഏത്? AD 70 ശേഷം. തെറ്റായ ഉത്തരമാണ്. ആരെ ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതപ്പെട്ടത്? 12 ഗോത്രങ്ങളിൽ നിന്നും ചിതറിപ്പാർക്കുന്നവർക്ക് വേണ്ടി. ഉത്തരം പൂർണ്ണമല്ല. ഒരു കുദാശയെ പറ്റിയുള്ള പരാമർശം ഈ ലേഖനത്തിന്റെ ഒരു പ്രത്യേക സവിശേഷതയാണ്. ഏതാണ് ആ കുദാശ? പാസ്. കാറ്റിൽ
ഇളകിമറിയുന്ന കടൽ തിരക്ക് തുല്യനാണവൻ. ആര്? സംശയമനസ്കൻ. ശരിയായ ഉത്തരമാണ്, ശരിയായ ഉത്തരമാണ്. എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾ സംസാരിക്കുന്നതിൽ എങ്ങനെയുള്ളവരായിരിക്കണം? തിടുക്കം കൂട്ടാത്തവരായിരിക്കണം. തിടുക്കം കൂട്ടാത്തവരായിരിക്കും. ഉത്തരം ശരിയാണ്. 5 ചോദ്യങ്ങൾ കഴിഞ്ഞു, 10 സെക്കൻഡുകൾ ബാക്കിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 2 ശരിയായ ഉത്തരങ്ങൾ മാത്രമേ നൽകാനായിട്ട് സാധിച്ചുള്ളൂ. ശരിയായ ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞത്: 1 സംശയിക്കുന്നവൻ അല്ലെങ്കിൽ സംശയമനസ്കൻ, 2 തിടുക്കം കൂട്ടാത്തവൻ. ശരിയായ ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക. വിശുദ്ധ യാക്കോബാണ് ലേഖനകർത്താവെങ്കിൽ ഈ ലേഖനം എഴുതപ്പെട്ട കാലഘട്ടം AD 62 മുമ്പ്. ആരെ ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതിയത്? ചിതറിപ്പാർക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളെ. ഉത്തരം പൂർണ്ണമല്ലായിരുന്നു നിങ്ങളുടേത്. ഒരു കുദാശയെ പറ്റിയുള്ള പരാമർശം ഈ ലേഖനത്തിന് സവിശേഷതയാണ്. ഏതാണത്? രോഗിലേപന കുദാശ. യെസ്, നിങ്ങൾക്ക് 12 മാർക്കുകൾ മാത്രമേ ഈ റൗണ്ടിൽ ലഭിക്കുന്നുള്ളൂ. ടീം മിഖായേലും 12 മാർക്കുകൾ നേടിക്കൊണ്ട് മത്സരത്തിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ ഞാനും തയ്യാറായിരിക്കുന്നു. റെഡി. ടൈം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതിയത് ആരെന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കുന്നത്? വിശുദ്ധ ലൂക്ക. ശരിയായ ഉത്തരമാണ്. വിശുദ്ധ ലൂക്ക എവിടെ വെച്ച് ഇത് രചിക്കപ്പെട്ടു, അല്ലെങ്കിൽ എവിടെ വെച്ച് ഇത് രചിക്കപ്പെട്ടു എന്നാണ് അനുമാനിക്കുന്നത്? ഗ്രീസിലോ റോമിലോ വെച്ച്. ശരിയായ ഉത്തരമാണ്. അപ്പസ്തോല പ്രമുഖനായ പത്രോസിന്റെ എത്ര പ്രസംഗങ്ങളാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ ഉള്ളത്? പത്രോസിന്റെ 5 പ്രസംഗങ്ങൾ. ശരിയായ ഉത്തരമാണ്. 5 പ്രസംഗങ്ങൾ. ഒലിവ് മലയിൽ നിന്നും ജെറൂസലമിലേക്കുള്ള യാത്രാ ദൂരം അപ്പസ്തോല പ്രവർത്തനത്തിന്റെ അളവുകോലിൽ ആ ഭാഷയിൽ എങ്ങനെ പറയുന്നു? ഒരു സാബത്ത് ദൂരം, അതായത് 1200 മീറ്റർ. യെസ്, ഒരു സാബത്ത് ദൂരമാണ്. ശരിയായ ഉത്തരമാണ്. അവസാനത്തെ ചോദ്യം: കക്കൽ ദാമയുടെ അർത്ഥം എന്ത്? രക്തത്തിന്റെ വയൽ. രക്തത്തിന്റെ വയൽ. ഇതാ ടീം റാഫേൽ മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഈ റൗണ്ടിലെ 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകിയിരിക്കുന്നു. 30 മാർക്കുകൾ നിങ്ങൾ നേടുന്നു. ക്വിസ് മാസ്റ്ററുടെ ബോണസ് 10 മാർക്കുകൾ കൂടി നിങ്ങൾ നേടിയിരിക്കുന്നു. അങ്ങനെ 40 മാർക്കുകൾ ടീം റാഫേൽ നേടിയിരിക്കുന്നു. അഭിനന്ദനം. 3 ടീമുകളും തീവ്രമായ മത്സരത്തിലേക്ക്. 2 റൗണ്ടുകൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഈ 2 റൗണ്ടുകളും പ്രധാനപ്പെട്ടതാണ്. 90 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരാനായിട്ടുള്ളത്. ഏത് ടീമിനും വിജയിക്കാം, ഏത് ടീമിനും പരാജയപ്പെടാം. 2 ടീമുകൾക്ക് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള പോയിന്റ് നിലവാരം മനസ്സിലാക്കുന്നതിനായി ജോസ്മിയിലേക്ക്. ജോസ്മി, വേഗതയുടെ ഒരു റൗണ്ട് കൂടി അവസാനിക്കുമ്പോൾ പോയിന്റ് നില എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടീം മിഖായേൽ 82 പോയിന്റ്സ്, ടീം റാഫേൽ 55 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 72 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 4ാം റൗണ്ട്. ഇത് സപ്പോർട്ടേഴ്സ് റൗണ്ടാണ്. സപ്പോർട്ടിംഗ് ടീം തങ്ങളുടെ ടീം അംഗങ്ങളോടുള്ള ഐക്യദാർഢ്യവും സ്നേഹവും പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷങ്ങൾ. 2 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. ഓരോ ചോദ്യത്തിനും 20 മാർക്ക് വീതം. നോ പാസിംഗ്, നോ മൈനസ്. നിങ്ങൾ നേടിയെടുക്കുന്നതൊക്കെ നിങ്ങളുടെ ടീമിന്റെ അക്കൗണ്ട് ബുക്കിലേക്ക് എഴുതി ചേർക്കപ്പെടുന്ന സമയമാണ് വരാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ടീം മിഖായേലിന്റെ ടീമിനോടാണ്. 4ാം റൗണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. 2 ചോദ്യങ്ങൾ. ഒരു ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്. ഞാനൊരു വചനഭാഗം, ഒരു തിരുവചനം ഇവിടെ പറയും. ആ തിരുവചനം ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾ ആദ്യം പറയാം. ഓക്കെ. അതിനുശേഷം അത് ഏത് അധ്യായത്തിൽ നിന്നാണ് എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് 20, 10, 30 പോയിന്റുകൾ നൽകുന്നത്. ഏത് പുസ്തകത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ 20 പോയിന്റ്, ഏത് അധ്യായത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ 10 പോയിന്റ്. പിന്നീട് 10 മാർക്കിന്റെ ഒരു പൊതുചോദ്യം. അത് സൺഡേ ഷാലോമിൽ നിന്നാണ്. അമ്മമാർ തീർച്ചയായിട്ടും പൊതുവിജ്ഞാനത്തിലും അറിവുള്ളവരായിരിക്കണം. കുട്ടികൾ നിങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്, അമേരിക്കയുടെ പ്രസിഡന്റ് ആര്, UN സെക്രട്ടറി ജനറൽ ആര് ചോദിക്കുമ്പോൾ പറയണ്ടേ
അതുകൊണ്ട് നിങ്ങൾ അതും തീർച്ചയായും പഠിച്ചിരിക്കേണ്ടതാണ്. ശരി, ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമയം 30 സെക്കൻഡുകൾ മാത്രം ശ്രദ്ധിക്കുക. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുരുക്കിലാകുമ്പോഴാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് ഈ തിരുവചന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്? യാക്കോബ്. യാക്കോബിന്റെ പുസ്തകം. നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നു? അതെ. മാറ്റം വരുത്തുന്നില്ല? ഇല്ല. ശരിയായ ഉത്തരമാണ്. നിങ്ങൾ 20 മാർക്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. വാക്യം, ഏത് വാക്യം എന്ന് പറയേണ്ടതില്ല, അധ്യായം മാത്രം പറഞ്ഞാൽ മതി. ഏത് അധ്യായത്തിലാണ് ഈ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്? 1-ാം അധ്യായം. 1-ാം അധ്യായം. ഉത്തരം ശരിയാണ്. ഇന്ന് സിറിയയിലെ ജനങ്ങൾ, സിറിയയുടെ സമീപ പ്രദേശങ്ങളെല്ലാം മാധ്യമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രങ്ങളാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാർപ്പാപ്പ ഒരു പ്രത്യേക ദൂതനെ സിറിയൻ പ്രധാനമന്ത്രിയുടെ, സിറിയൻ പ്രസിഡന്റിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരുന്നു. ആരാണ് ഇപ്പോഴത്തെ സിറിയൻ പ്രസിഡന്റ്? അദ്ദേഹത്തിന്റെ പേര് പറയും. ടീം അംഗങ്ങൾ ഇങ്ങോട്ട് മാത്രമേ നോക്കി നിൽക്കാൻ പാടുള്ളൂ. എന്നെ മാത്രം നോക്കുക. നിങ്ങളുടെ സമയം തീരുന്നു. 4 സെക്കൻഡുകൾ കൂടി മാത്രം. സമയം കഴിഞ്ഞിരിക്കുന്നു. മറ്റ് സപ്പോർട്ടിംഗ് ടീം അംഗങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയാം. ശരിയായ ഉത്തരം ബാഷാർ അൽ ആസാദ്. ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീം 30 മാർക്കുകൾ ടീമിന് വേണ്ടി കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. പുസ്തകമേത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ. ശരിയായ ഉത്തരമാണ്. കൂടുതൽ പറഞ്ഞ് തെറ്റിക്കേണ്ട. നിങ്ങൾക്ക് 20 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം റാഫേലിന് നിങ്ങളുടെ പോയിന്റുകൾ വിലയേറിയ സമ്പത്താണ്. മത്സരത്തിന്റെ അതികഠിന പാതയിലാണ് അവരിപ്പോൾ. രണ്ടാമത്തെ ചോദ്യം. അധ്യായം ഏത്? 1-ാം അധ്യായം. 2 പേരുടെ ഉത്തരം ഇവിടെ കേട്ടു. ആരെങ്കിലും ഒരാൾ മാത്രം പറയുക. 1-ാം അധ്യായം. 1-ാം അധ്യായം. ഉത്തരം തെറ്റാണ്. മറ്റാർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാവുന്നതാണ്. നിങ്ങൾക്ക് പറയാം, തീർച്ചയായിട്ടും. 2-ാം അധ്യായമാണ്, പക്ഷെ മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. 2-ാം അധ്യായമാണ്. യെസ്. അടുത്ത ചോദ്യം. ഏഷ്യയിലെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ, തിയോളജിയൻസിന്റെ ഒരു സമ്മേളനം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തപ്പെടുകയുണ്ടായി. ഏത് രാജ്യത്ത് വെച്ചാണ് അത് നടത്തിയത്? രാജ്യം മാത്രം പറയുക. സ്കോട്ട്ലൻഡ് ഏഷ്യയിലാണോ എന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഏഷ്യൻ തിയോളജിയൻസിന്റെ ഒരു മീറ്റിംഗ് ഒരിക്കലും മറ്റൊരു വൻകരയിൽ കൊണ്ടുപോയി നടത്തുകയില്ല. ഇന്തോനേഷ്യയിൽ വെച്ചാണ് അത് നടത്തിയത്. നിങ്ങൾക്ക് മാർക്കുകൾ ലഭിക്കുന്നില്ല. ടീം റാഫേലിന്റെ ടീം 20 പോയിന്റുകൾ ടീമിന് വേണ്ടി നേടിക്കൊടുത്തിരിക്കുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. സപ്പോർട്ടേഴ്സ് റൗണ്ടിലെ 3-ാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോട്. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. പുസ്തകം ഏത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം. റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നിന്നാണ്. ഉത്തരം ശരിയാണ്. നിങ്ങൾ 20 മാർക്കുകൾ നിങ്ങളുടെ ടീമിന് വേണ്ടി നേടിയിരിക്കുന്നു. ഏത് അധ്യായത്തിലാണ് ഈ തിരുവചന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്? അധ്യായം ഏത്? 5-ാം അധ്യായം.
5-ാം അധ്യായം എന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഉറപ്പിച്ച് പറയുന്നോ? 5 തന്നെ, മാറ്റം വരുന്നില്ല. ഇനി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ മാറ്റാൻ വരുത്താൻ സമ്മതിക്കുകയുമില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അധ്യായം 5 എന്ന്. ഉത്തരം ശരിയാണ്, 5-ാം അധ്യായം. ലോകത്തിന് തലവേദന ഉണ്ടാക്കുന്നതിൽ 2 കൊറിയകൾ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, തെക്കൻ കൊറിയയും വടക്കൻ കൊറിയയും എന്നും മുൻപന്തിയിലാണ്. ഈ അടുത്ത കാലത്ത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ അവിടെ നിന്നും ഉയരുന്നതായിട്ട് ലോകം കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ, പ്രത്യേകിച്ച് നോർത്ത് കൊറിയയുടെയൊക്കെ കാര്യത്തിൽ. നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളത്, നോർത്ത് കൊറിയയുടെയും സൗത്ത് കൊറിയയുടെയും സ്വാതന്ത്ര്യദിനം എന്നാണ്? മറ്റ് ആളുകൾ നിശബ്ദരായിരിക്കുക. അറിയില്ല. യെസ്, അവര് ആ ചോദ്യം പാസ് ചെയ്തിരിക്കുന്നു. മറ്റാർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാവുന്നത്. ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം തന്നെയാണ്. സൗത്ത് കൊറിയയുടെയും നോർത്ത് കൊറിയയുടെയും സ്വാതന്ത്ര്യ ദിനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടേണ്ടതായിരുന്നു. യെസ്, സപ്പോർട്ടേഴ്സ് റൗണ്ട് അവസാനിക്കുന്നു. സപ്പോർട്ടിംഗ് ടീം വലിയ സംഭാവനകളാണ് 3 ടീമുകൾക്കും നൽകിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ നേടിയെടുത്ത, നിങ്ങൾ വരവ് ചേർത്തിട്ടുള്ള ഓരോ പോയിന്റുകളും ഇവരുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. 4 റൗണ്ടുകൾ അവസാനിക്കുകയാണ്. ഓരോ റൗണ്ട് മാത്രമേ ബാക്കിയുള്ളൂ. അത് മെഗാ ബോണസ് റൗണ്ടാണ്. ഈ മെഗാ ബോണസ് റൗണ്ടിൽ പരാജിതർ വിജയികളായി മാറും. വിജയിച്ചു നിൽക്കുന്നവർ താഴേക്ക് പോകും. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ താഴെയും, താഴെ ഇരിക്കുന്നവർ സിംഹാസനത്തിലും കയറുന്ന വളരെ പ്രധാനപ്പെട്ട മെഗാ ബോണസ് റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. 3 ടീമുകളും ഗെറ്റ് റെഡി. അതിനു മുമ്പ് നമുക്ക് നിലവിലുള്ള പോയിന്റുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പ്രേക്ഷകർ മാത്രമല്ല, സപ്പോർട്ടിംഗ് ടീമുമല്ല, ടീം അംഗങ്ങൾ തന്നെ. ഇവിടെ പോഡിയത്തിൽ നിൽക്കുന്ന ടീം അംഗങ്ങൾ സ്വന്തം ടീമിൻ്റെയും എതിർ ടീമുകളുടെയും പോയിന്റുകൾ കൃത്യമായി മനഃപ്പാടമാക്കേണ്ടതാണ്. കാരണം ഈ റൗണ്ടിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. ജോസ്മിയിലേക്ക്. ജോസ്മി, 4 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 112 പോയിന്റ്സ്, ടീം റാഫേൽ 75 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 102 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ മത്സരം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മെഗാ ബോണസ് റൗണ്ട് മാത്രം ബാക്കി. ഈ റൗണ്ടാണ് വിജയികളെ തീരുമാനിക്കുന്നത്. ആരാണ് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതെന്നും ആര് പുറത്തു പോകുന്നുവെന്നും തീരുമാനിക്കുന്നത്. 112, 75, 102 എങ്ങോട്ടും മാറി മറിയാവുന്ന പോയിന്റുകൾ മാത്രം. ഈ റൗണ്ടിന്റെ പ്രത്യേകതകൾ: ഓരോ ടീമിനോടും 3 ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞാൽ വ്യത്യസ്തമായ പോയിന്റുകളാണ് അവർക്ക് ലഭിക്കുക. 1-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റുകൾ, 2-ാമത്തെ ചോദ്യത്തിന് 15 പോയിന്റുകൾ, 3-ാമത്തെ ചോദ്യത്തിന് 25. അങ്ങനെ 50 പോയിന്റുകൾ കരസ്ഥമാക്കാവുന്ന സുവർണ നിമിഷങ്ങളാണ്. പക്ഷേ അപകടം ഒളിഞ്ഞിരിക്കുന്ന റൗണ്ട് കൂടിയാണിത്. തെറ്റായ ഉത്തരത്തിന് തത്തുല്യമായ മാർക്ക് മൈനസ് ആയിട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. 25 മാർക്കിന്റെ ചോദ്യത്തിന് തെറ്റായ ഉത്തരം നൽകിയാൽ നഷ്ടപ്പെടുക 25 മാർക്കുകളായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എതിർ ടീമിൻ്റെ പോയിന്റുകൾ മനസ്സിൽ കുറിച്ചു വെച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഈ റൗണ്ടിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് ടീം അംഗങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ചോദിക്കും, ഈ ചോദ്യത്തിൽ പങ്കെടുക്കുന്നോ ഇല്ലയോ എന്ന്. നിങ്ങൾക്കുള്ള ഒരു ആനുകൂല്യം, എവിടെ നിന്നാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് നിങ്ങളോട് മുൻകൂട്ടി പറയുന്നതാണ്. യെസ്, ചോദ്യത്തിലേക്ക്. ആദ്യ ചോദ്യം, മെഗാ ബോണസ് റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. ശ്രദ്ധിക്കുക, ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് 30 സെക്കൻഡുകൾ മാത്രമാണ് ലഭിക്കുക. ടീം റാഫേൽ, നിങ്ങൾ റെഡിയാണോ? യെസ്. നിങ്ങൾക്കറിയണ്ടേ എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന്?
നിങ്ങളോട് ചോദിക്കുന്നത് വിജ്ഞാന മുത്തുകളിൽ നിന്നാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. ആദ്യ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ റൗണ്ടിൽ പ്രൊസീഡ് ചെയ്യുന്നു അതോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാൻ തന്നെ നിങ്ങൾ തീരുമാനിക്കുന്നു. ശരി, 10 മാർക്കിന്റെ ആദ്യത്തെ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആദ്യ ചോദ്യം, മൂലഭാഷ അനുസരിച്ച് ബൈബിളിൽ ആകെ എത്ര അധ്യായങ്ങൾ ഉണ്ട്? 1189. 1189. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. ടീം റാഫേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വീണ്ടും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. ടീം റാഫേലിന് മറ്റൊന്നുമേ നോക്കാനില്ല. അവർക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. ക്വിറ്റ് ചെയ്താൽ ശരിയാവുകയില്ല. ചോദ്യം, ബൈബിൾ സംബന്ധമായി 12ാം പിയൂസ് മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനം ഏത്? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഹ്യൂമാനി ജനറിസ്. ഹ്യൂമാനി ജനറിസ് മതി. ശരിയായ ഉത്തരമാണ്. ടീം റാഫേൽ 15 പോയിന്റുകൾ കൂടി കരസ്ഥമാക്കുന്നു. നിങ്ങൾക്കിപ്പോൾ മൊത്തം 25 പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. ധീരമായ തീരുമാനമാണ്. ശരി, ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ BP എന്തെങ്കിലും പരിശോധിക്കുക, അങ്ങനെ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? വെള്ളം ഒന്നും വേണ്ട. യെസ് യെസ്, നമ്മുടെ അമ്മമാർ ധൈര്യമുള്ളവരാണ്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കെൽപ്പുള്ളവരാണ്. ഇതാ ചോദ്യം, പഴയ നിയമ ചരിത്രത്തിൽ ഏക രാജഭരണത്തിന്റെ കാലഘട്ടം ഏത്? BC 931. BC 1030 931. ഉത്തരം ഫൈനലൈസ് ചെയ്ത് പറയുക, കൃത്യമായി പറയുക. പറഞ്ഞോളൂ. BC 1030 931. ഏകരാജം. അവർ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരമാണ്. BC 1030 മുതൽ 931 വരെ. ഞാൻ വീണ്ടും നിങ്ങളെ കൊണ്ട് അവസാനമായി പറയിപ്പിച്ചത് കാരണം ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷനും വരാതെ കൃത്യമായ ഉത്തരം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരാൻ വേണ്ടിയിട്ടാണ്. യെസ്, നിങ്ങൾ ഈ റൗണ്ടിലെ 50 മാർക്കുകളും കരസ്ഥമാക്കിയിരിക്കുന്നു. മൈനസ് പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ടീം റാഫേലിന് മെഗാ ബോണസ് റൗണ്ട് ഒരു ബോണസ് റൗണ്ട് തന്നെയായി മാറിയിരിക്കുന്നു. അവർ വലിയ നിധി തന്നെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. യെസ്, അവർക്ക് 50 പോയിന്റുകൾ ലഭിക്കുന്നു. നമുക്ക് നല്ലൊരു കൈഡി കൊടുക്കും. ടീം ഗബ്രിയേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. മെഗാ ബോണസ് റൗണ്ട്, സ്വർണ്ണനിധികൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു റൗണ്ട്, അതോടൊപ്പം അപകടവും. നിധി കണ്ടെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടേക്കുള്ള യാത്ര റിസ്ക് എടുത്തേ പറ്റുകയുള്ളൂ. എൻ്റെ ചോദ്യം, നിങ്ങൾ ഇതിൽ ഈ റൗണ്ടിൽ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുമുമ്പ് നിങ്ങൾക്ക് അറിയണ്ടേ ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നതെന്ന്? എങ്കിൽ അത് ചോദിക്കൂ. ഏത് ഭാഗത്തു നിന്നാണ്? പറയാൻ ഞാൻ സന്നദ്ധനാണ്. നിങ്ങളോടുള്ള ചോദ്യവും പൊതുവിജ്ഞാനത്തിൽ നിന്ന് തന്നെ. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പുറകോട്ട് പോകാൻ സമയമില്ല. നമ്മൾ നോക്കേണ്ടത് മുന്നോട്ടാണ്, പ്രതീക്ഷയോടെ മുന്നോട്ട്. യെസ്, ആദ്യത്തെ ചോദ്യം, യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ആദ്യം രേഖപ്പെടുത്തിയ റോമൻ ചരിത്രകാരൻ ആര്? ടാസിറ്റസ്. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരം. ടീം ഗബ്രിയേൽ 10 പോയിന്റുകൾ നേടിയിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. യെസ്, ചോദ്യം മാറ്റമില്ല. സെയിം. ഒരു റൗണ്ടിലെ 3 ചോദ്യങ്ങളും ഒരേ ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ
കാനാൻകാരിയുടെ മകളെ സുഖപ്പെടുത്തുന്ന അത്ഭുതം ഏതൊക്കെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്? സപ്പോർട്ടിംഗ് ടീം നിശബ്ദത പാലിക്കുക. അത് പൊതുവിജ്ഞാനം. യെസ്, പൊതുവിജ്ഞാനത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പൊതുവിജ്ഞാനം മീൻസ് നിങ്ങളുടെ വിജ്ഞാനമുത്തുകൾ. വിജ്ഞാനമുത്ത് പാസ്. പാസ് ഇല്ലാത്ത ഒരു റൗണ്ടാണ് ഈ റൗണ്ട്. അതുകൊണ്ട് സമയം നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഈ റൗണ്ടിൽ 15 മാർക്കുകൾ നഷ്ടപ്പെടുന്നു. ഈ റൗണ്ടിൽ ടീം ഗബ്രിയേൽ ആദ്യ ചോദ്യത്തിന് 10 പോയിന്റുകൾ നേടി. എന്നാൽ തൊട്ടടുത്ത ചോദ്യത്തിന് അവർക്ക് കാല് ഇടറിപ്പോയി. അവർക്ക് തെറ്റായ ഉത്തരമാണ് നൽകിയത്. 15 മാർക്കുകൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മത്തായി, മർക്കോസ് സുവിശേഷകന്മാരും ഈ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടീം മിഖായേൽ, ഇതാ നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ ഈ മത്സരത്തിൽ അല്ലെങ്കിൽ ഈ റൗണ്ടിൽ ക്വിറ്റ് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ചോദ്യം എന്നറിയണ്ടേ? അറിയണം. വിജ്ഞാനമുത്തുകളും തന്നെ. യെസ്, ആദ്യ ചോദ്യം നിങ്ങളോട്. ബൈബിൾ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ജോൺ വൈക്ലിഫ്. ജോൺ വൈക്ലിഫ്. ഉത്തരം ശരിയാണ്. 10 മാർക്കുകൾ നേടുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കും. യെസ്. ചോദ്യം: സപ്പോർട്ടിംഗ് ടീമിന് നിങ്ങളെ പ്രാർത്ഥന വഴിയായി മാത്രമേ സഹായിക്കാൻ പറ്റുകയുള്ളൂ. അതവർ അവിടുന്ന് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. പഴയ നിയമ ചരിത്രത്തിൽ യൂദാ രാജ്യം മാത്രമുള്ള കാലഘട്ടം ഏത്? BC 931 മുതൽ 721 വരെ. അല്ല, BC 721 മുതൽ BC 557 വരെ. നിങ്ങളുടെ BC ഉത്തരം ആദ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾ ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും നിങ്ങൾ രണ്ടാമത് പറഞ്ഞ ഉത്തരമാണ്. രണ്ടാമത് പറഞ്ഞ ഉത്തരം ശരിയാണെങ്കിലും ഞാൻ ഇത് പരിഗണിക്കുന്നതല്ല. ഉത്തരം പറയുമ്പോൾ കൂടി ആലോചിച്ച് ശ്രദ്ധിച്ച് മാത്രം ഉത്തരം പറയുക, അല്ലെങ്കിൽ തെറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാൻ പറ്റാത്തതുപോലെ പറഞ്ഞ ഉത്തരം മാത്രമേ, ആദ്യം പറഞ്ഞ ഉത്തരമാണ് പൊതുവെ ക്വിസ് മാസ്റ്റേഴ്സ് പരിഗണിക്കുക. ഏതെങ്കിലും തരത്തിൽ ആ ചോദ്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നാൽ, ഉത്തരത്തിൽ കൺഫ്യൂഷൻ വന്നാൽ ക്വിസ് മാസ്റ്ററുടെ ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ശരിയായ ഉത്തരം കിട്ടുമ്പോഴാണ് മാർക്ക് അവാർഡ് ചെയ്യുക. ടീം മിഖായലിന് 15 പോയിന്റുകൾ നഷ്ടമാകുന്നു. യെസ്, 5 റൗണ്ടുകളും പൂർത്തിയാകുകയാണ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില എത്രയാണ് എന്നറിയേണ്ടതുണ്ട്. ആരാണ് വിജയപീഠത്തിൽ എത്തിയിരിക്കുന്നതെന്നും ആരൊക്കെയാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നതെന്നും നമുക്കറിയാം. ജോസ്മിയിലേക്ക് പ്ലീസ്. വാശിയേറിയ 5 റൗണ്ടുകളുമായി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 125 പോയിന്റുമായി ടീം റാഫേൽ. 107 പോയിന്റുമായി ടീം മിഖായേൽ 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ടീം ഗബ്രിയേൽ 97 പോയിന്റുകളാണ് നേടിയിരിക്കുന്നത്. രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുമ്പോൾ വളരെ ആവേശകരമായ മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏറ്റവും പിന്നിൽ നിന്ന ടീം അവസാന ഘട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ വന്ന് 1-ാം സ്ഥാനം നേടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെഗാ ബോണസ് റൗണ്ട് അപകടം പിടിച്ച റൗണ്ടാണ്. നിധി തേടിയെടുക്കുന്ന റൗണ്ടാണ്. അതോടൊപ്പം അപകടങ്ങളും പതിയിരിക്കുന്ന ഒരു റൗണ്ട്.
മെഗാ ബോണസ് റൗണ്ടിലെ ചോദ്യങ്ങളോട് ശരിയായി പ്രതികരിച്ചുകൊണ്ട്, ശരിയായ ഉത്തരം നൽകിക്കൊണ്ട്, റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഉത്തരം നൽകിയ ടീം റാഫേൽ, തലയാട് എടവകയിൽ നിന്നുള്ള ടീം റാഫേൽ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അമലാപുരി എടവകയിൽ നിന്നുള്ള ടീം മിഖായേൽ 2-ാം സ്ഥാനം നേടിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക്, 3-ാം റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അവസാനത്തെ റൗണ്ടിലെ ഒരു തെറ്റായ ഉത്തരം അല്ലെങ്കിൽ ഒരു തെറ്റായ തീരുമാനമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ ഈ 2-ാം സ്ഥാനത്തിലേക്ക് തള്ളിവിട്ടത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മെഗാ ബോണസ് റൗണ്ടിൽ എപ്പോഴും എതിർ ടീമിൻ്റെ പോയിന്റുകൾ നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കണം. അല്ലെങ്കിൽ ഒരു പേനയെടുത്ത് നിങ്ങൾ അവിടെ കുറിച്ച് വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത റൗണ്ടിൽ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ടീം മിഖായേലിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ടീം ഗബ്രിയേൽ, നിങ്ങൾ വളരെ ആവേശകരമായ രീതിയിലാണ് മത്സരിച്ചത്. അവസാനം വരെ നിങ്ങൾ പൊരുതി നിന്നു. ഏറ്റവും അവസാനം മെഗാ ബോണസ് റൗണ്ടിലാണ് നിങ്ങളുടെ പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടമായത്. പക്ഷേ ആദ്യം മുതലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരങ്ങൾ തന്നെയാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്. ടീം ഗബ്രിയേൽ അഭിനന്ദനം അർഹിക്കുന്ന ടീമാണ്. ചെമ്പനോട് ഇടവകയിൽ നിന്നും 2-ാം റൗണ്ട് വരെ എത്തി ഇടവകയ്ക്കും അമ്മമാർക്കും ഒക്കെ അഭിമാനമായി തീർന്ന ടീം ഗബ്രിയേലിൻ്റെ ടീമിനെയും സപ്പോർട്ടിംഗ് ടീമിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. 2 ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നു. ടീം ഗബ്രിയേൽ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ടീം ഗബ്രിയേലിനും ചെമ്പനോട് ഇടവകയ്ക്കും ശാലോം ടെലിവിഷൻ്റെയും താമരശ്ശേരി രൂപത മാതൃവേദിയുടെയും പ്രത്യേക സമ്മാനം ഇപ്പോൾ തന്നെ നൽകുകയാണ്. ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്നീ മനോഹരമായ പുസ്തകവും സർട്ടിഫിക്കറ്റുമാണ് ഇവർക്ക് നൽകുന്നത്. മാതാവിൻ്റെ സന്ദേശങ്ങൾ വായിച്ച് ഓരോ ദിവസവും പുത്തൻ ഉണർവ് പ്രാപിച്ച് അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നടക്കാൻ ഇവർക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മാനങ്ങൾ അവർക്ക് നൽകുന്നു. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുമ്പോൾ വചനം ആഴത്തിൽ വേരുപാകി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അടിയുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേശകരമായ മത്സരമാണ് ഇന്നിവിടെ പൂർത്തിയായത്. ഇനിയും അമ്മമാർ, മാതൃസംഘാംഗങ്ങൾ വചനം പഠിച്ച് ഈ വേദിയിൽ വന്ന് ലോകത്തോട് മുഴുവൻ വചനം പ്രഘോഷിക്കുവാൻ തയ്യാറായി പുറത്ത് കാത്തു നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കേവർക്കും ഗുഡ് ബൈ.